നിങ്ങൾ നിങ്ങളുടെ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക, പ്രതിഫലം അതിന് പിന്നാലെ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ് സത്യത്തിൽ ഇത് എന്നുള്ളത് എൻ്റെ ജീവിതത്തിലുള്ള ഒരു അനുഭവത്തെ ആസ്പദമാക്കിയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത്. ലേണിംഗ് ആൻഡ് ഷെയറിംഗ് മുഹമ്മദ് ഇക്ബാൽ ഷോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് നമ്മുടെ കർമ്മം നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക, അതിനുള്ള പ്രതിഫലം താനെ വന്നുകൊണ്ടിരിക്കുന്നുള്ളത്. ഞാൻ ഒമാനിൽ ഖിംജി രാംദാസ് എന്ന് പറയുന്ന കമ്പനിയിൽ സെയിൽസ്മാനായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലം ഞാൻ വർക്ക് ചെയ്തിരിക്കുന്നത് നിസ്വ എന്ന് പറയുന്ന ഒരു ഇന്റീരിയർ മാർക്കറ്റിലാണ്. മന്ത്ലി നടക്കുന്ന റിവ്യൂ മീറ്റിങ്ങിലേക്ക് വന്ന സമയത്ത് സെയിൽസ് മാനേജറായിരിക്കുന്ന ബെർണാഡ് വാസ് എന്ന് പറയുന്ന ഞങ്ങളുടെ മാനേജർ പ്രത്യേകമായി വിളിച്ച് എന്നെ കാര്യങ്ങൾ ചോദിച്ചറിയും സെയിൽസിനെ കുറിച്ചും. അപ്പോൾ ഏകദേശം ഞാനൊരു വർഷം കഴിഞ്ഞിട്ടുണ്ട് കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ട്. കാര്യങ്ങളെല്ലാം സംസാരിച്ച കൂടുതൽ ഞാൻ പുള്ളിയുടെ അടുത്ത് ചോദിച്ചു, എന്താ വളരെ ഡള്ളായിട്ടല്ല കാണാൻ, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആണെന്ന് പറഞ്ഞു. പുള്ളിയുടെ അടുത്ത് ചോദിച്ചു, എന്താണ് നീ അതുകൊണ്ട് ഉദ്ദേശിച്ചത് നിനക്കറിയാം, ഫ്രസ്ട്രേറ്റഡ് മീനിങ് എന്താണെന്ന് അറിയുമെന്ന് ചോദിച്ചു. അറിയാമെന്നും പറഞ്ഞു. അങ്ങനെ പുള്ളി അടുത്ത് വിളിച്ചിരുത്തി എന്നോട് കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. പുള്ളി അടുത്ത് പറഞ്ഞു, ഫോർ വേരിയസ് റീസൺ കഴിഞ്ഞൊരു വർഷമായിട്ട് ഞാൻ സെയിൽസിൻ്റെ ടാർഗറ്റ് എല്ലാം അച്ചീവ് ചെയ്യുന്നുണ്ട്. ഓൺ ആൻ ആവറേജ് വരുമ്പോൾ എങ്ങനെ പോയാലും ടോട്ടൽ അച്ചീവ്മെൻറ്റ് എൻ്റെ 110% ആവറേജ് വരുന്നുണ്ട്. പക്ഷേ ഇന്നുവരെ എനിക്ക് ഇൻസെൻറ്റീവ് കിട്ടില്ല എന്ന് പറഞ്ഞു. പുള്ളി എൻ്റെ സൂപ്പർവൈസർ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും അതിനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനൊക്കെ പറഞ്ഞതിന് ശേഷം പുള്ളീൻ്റെ അടുത്ത് ഇരുത്തി പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പോൾ എന്നെ മുഹമ്മദ് ഇക്ബാൽ എന്നുള്ള ഒരു പേരുണ്ടെങ്കിൽ പുള്ളി എന്നെ മുഹമ്മദ് എന്നാണ് വിളിക്കാറ്. അവനോട് പറയും, മുഹമ്മദ്, ഒരു പക്ഷേ നിനക്ക് നീ പ്രതീക്ഷിച്ച ഇൻസെൻറ്റീവോ നീ പ്രതീക്ഷിക്കുന്ന ഒരു ഫൈനാൻഷ്യൽ ബെനിഫിറ്റോ ഈ കമ്പനിയിൽ നിന്ന് ചിലപ്പോൾ കിട്ടില്ലെന്ന് വന്നേക്കാം എന്ന് കരുതി ഒരിക്കലും നീ നിൻ്റെ പ്രവർത്തനത്തിൽ കോംപ്രമൈസ് ചെയ്യരുത്, നിൻ്റെ ജോലിയിൽ നീ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത്. അപ്പോൾ അത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അതിൻ്റെ ഡെപ്ത് എത്രയാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മനസ്സിലേക്ക് അത് കയറി വരുമായിരുന്നു. കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഏകദേശം ഒരു മാസം കഴിയുമ്പോഴേക്കും ഞാൻ വർക്ക് ചെയ്യണത് കണ്ടിട്ട് മറ്റൊരു കമ്പനിയുടെ ഒരാൾ വന്നിട്ട് എന്നോട് ജോലി ഓഫർ ചെയ്യുന്ന ഒരു സമയമുണ്ടായി. അതിനുശേഷം എൻ്റെ ലൈഫിൽ ഞാൻ പോയിട്ടുള്ള കാര്യങ്ങൾ, ഞാൻ അതിനുശേഷം മറ്റൊരു കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യുന്നത് അവിടെ സൂപ്പർവൈസറായിട്ട് പോയിട്ടാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അവിടെ ഞാൻ ചെയ്യുമ്പോഴും ഒമാനിൽ അറിയപ്പെടുന്ന അൽബിയാൻ വാട്ടർ കമ്പനി എന്ന് പറയുന്ന വാട്ടർ കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നത്. ആ കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോഴും അവിടെ എനിക്ക് കിട്ടിയിരുന്ന സാലറി ഞാനെടുത്ത് തന്നെ ജോലി വെച്ച് നോക്കുമ്പോൾ തൊലം തുച്ഛമാണെന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. പക്ഷേ അവിടെയും ഞാൻ ഇദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് പ്രാർത്ഥിക്കാൻ ശ്രമിച്ചിരുന്നത്. ഒരിക്കലും എൻ്റെ ജോലിയിൽ ഞാൻ കോംപ്രമൈസ് ചെയ്തിരുന്നില്ല. കൃത്യമായ ഹാർഡ് വർക്കോടുകൂടി ഞാൻ എൻ്റെ പണിയെടുത്തിരുന്നത്, സാലറി കുറവുണ്ടെങ്കിൽ പോലും. പക്ഷേ അടുത്തൊരു കമ്പനിയിലേക്ക് എനിക്ക് ജോലിക്ക് ഒരു ഓഫർ വരും, എനിക്ക് കിട്ടുന്നത് ഇവിടെ കിട്ടിയിരുന്നതിൻ്റെ ഡബിൾ സാലറിയാണ്. ഞാനീ പറഞ്ഞു വന്നത്, നമുക്കൊരു പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു അച്ചീവ്മെൻറ്റ് ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവില്ല. അതായത് ഫൈനാൻഷ്യൽ ഗോൾ നമ്മൾ വെക്കുമ്പോൾ അല്ലെങ്കിൽ ഫൈനാൻഷ്യലായിട്ടുള്ള നേട്ടം നമുക്ക് നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല എന്ന് കരുതി ഒരിക്കലും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിൽ യാതൊരു തരത്തിലുള്ള കോംപ്രമൈസും ചെയ്യരുത്. കാരണം അങ്ങനെ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കഴിവിനെ അല്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസിനെ ബാധിക്കും. അത് പിന്നീട് നമുക്ക് മറ്റൊരു ജോലി കണ്ടെത്താൻ തന്നെ നമ്മളെ ബാധിക്കും. അതുകൊണ്ട് ഒരു തരത്തിൽ ഇന്ന് എന്ത് കിട്ടുന്നു എന്നുള്ളത് നോക്കിയിട്ടാവരുത്. നമ്മൾ ചെയ്യുന്ന കർമ്മം എന്താണോ ആ കർമ്മത്തിൽ 100% സിൻസിയറായിട്ട്, ഹോണസ്റ്റായിട്ട്, ഡെഡിക്കേഷനോടുകൂടി നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. ഫലം വന്നുകൊണ്ടിരിക്കും. എവറി എഫർട്ട് ദർ ഇസ് എ റിസൾട്ട്. നമ്മൾ എത്ര പ്രാർത്ഥിക്കുന്നുണ്ടോ ആ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരമുണ്ട് എന്നുള്ളത് പോലെ തന്നെയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു റിസൾട്ട് ഉണ്ടാവും. അതുകൊണ്ട് യാതൊരു കാരണവശാലും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിൽ ഇന്ന് കിട്ടുന്ന ആ ഒരു താൽക്കാലികമായിട്ട് ഇന്ന് കിട്ടുന്ന നമ്മുടെ അതിൻ്റെ ഒരു ബെനിഫിറ്റിനെ ഓർത്ത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിൽ ഒരു തരത്തിലും നമ്മളൊരു കോംപ്രമൈസിന് തയ്യാറരുത് എന്ന് എൻ്റെ ജീവിതത്തിലെ അനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി അടുത്ത ശനിയാഴ്ച കാണാം. ടിൽ ദെൻ കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ് മീ. താങ്ക് യു.